തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. വനിതാ സ്ഥാനാർത്ഥികളെല്ലാം തോറ്റതിനാൽ നന്നമ്പ്ര പഞ്ചായത്തിൽ കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളില്ല. 3 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നെങ്കിലും 3 പേരും പരാജയപ്പെട്ടതിനാൽ കോൺഗ്രസിന് അവകാശപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗ് തന്നെ ഏറ്റെടുക്കേണ്ടി വരും. പഞ്ചായത്തിൽ കോൺഗ്രസ് 8 സീറ്റിലാണ് മത്സരിച്ചത്. 5 ജനറൽ സീറ്റിലും 3 വനിതാ സീറ്റിലും ഇതിൽ 4 ജനറൽ സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. 3-ാം വാർഡിൽ KV സഫ്വാൻ, 11-ാം വാർഡിൽ PKM ബാവ, 19-ൽ കൊടിഞ്ഞിയത്ത് മോയിൻകുട്ടി, 20-ൽ PP മുനീർ എന്നിവരാണ് വിജയിച്ചത്. 1-ാം വാർഡിൽ PT റാഹില, 14-ൽ ശ്യാമള വെളക്കാട്ട്, 15-ൽ PP അനിത എന്നിവരാണ് പരാജയപ്പെട്ടത്. വിജയിച്ചാൽ PP അനിതയായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പഞ്ചായത്തിൽ മുൻപ് സ്ഥിരസമിതി അധ്യക്ഷയും തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായി പ്രവർത്തിച്ച പരിചയവും ഉണ്ടായിരുന്നു. എന്നാൽ 3 പേരും തോറ്റതോടെ ഈ സ്ഥാനത്തേക്ക് ആളില്ലാതെയായി. 8 സീറ്റും തിരൂരങ്ങാടി ബ്ലോക്ക്, നന്നമ്പ്ര ഡിവിഷനും വൈസ് പ്രസിഡന്റ് സ്ഥാനവുമായിരുന്നു മുന്നണിയിൽ കോൺഗ്രസിനുള്ള ധാരണ. അതേസമയം ലീഗിന് 8 വനിതാ അംഗങ്ങളുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിലെ അംഗത്തിന് നൽകി പകരം സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നാണ് അറിയുന്നത്. ലീഗിന് 8 വനിതാ അംഗങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.